രണ്ട് വൃക്കകളും തകരാറിലായ യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന 27-കാരനായ മായാണ്ടിയാണ് വൃക്കകൾ തകരാറിലായതോടെ ദുരിതത്തിലായത്. ഭാര്യയുടെയും 10 മാസം പ്രായമായ കുഞ്ഞിൻ്റെയും ഏക ആശ്രയമാണ് മായാണ്ടി. 20 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയതാണ് മാരിയപ്പനും കുടുംബവും. കപ്പലണ്ടി കച്ചവടവും വീട്ടുജോലിയും മകൻ മായാണ്ടിയുടെ 2 വീലർ വർക്ക്ഷോപ്പുമൊക്കെയായി ഉള്ളതുകൊണ്ട് സന്തുഷ്ടമായി കഴിഞ്ഞിരുന്ന കുടുംബം. പക്ഷേ ആ സന്തോഷവും സമാധാനവും അധികം നീണ്ടു നിന്നില്ല. 27-കാരനായ മകൻ മായാണ്ടിക്ക് ഒരു പനി വന്നു. ടെസ്റ്റുകളിൽ ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 5 ആണെന്ന് കണ്ടെത്തി. അതോടെ ആ കൊച്ചു കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതായി. നാലു വർഷം മുൻപാണ് മായാണ്ടിയുടെ വിവാഹം കഴിഞ്ഞത്. 24-കാരി ഭാര്യയ്ക്കും 10 മാസം പ്രായമുള്ള കുഞ്ഞിനും ഏക ആശ്രയം മായാണ്ടിയാണ്. അസുഖബാധിതനായതോടെ വരുമാനവും നിലച്ചു. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ. ഓരോ തവണയും 3000 മുതൽ 6000 രൂപ വരെ ചെലവ് വരും. ഈ നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണത്. താമസിക്കുന്ന വീടിന്റെ വാടക പോലും 2 മാസമായി കൊടുത്തിട്ടില്ല. നാട്ടുകാരുടെയും ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെയും സഹായത്തോടെയാണ് ഇതുവരെ കഴിഞ്ഞുപോയത്. കിഡ്നി മാറ്റിവെച്ചാൽ മായാണ്ടിയെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും മരുന്നുകൾക്കുമൊക്കെയായി ഏകദേശം 10 ലക്ഷം രൂപ വേണം. റേഷൻ കാർഡ് ഇല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കുടുംബം. எங்கள் ஹஸ்பண்டுக்குன்னு பிரச்சனை இப்போ 2 மாதம் ஆகுது. கிட்னி ப்ராப்ளம் உண்டுன்ட்டு. எனக்கு கொச்சின் இப்போ பிறந்து 10 மாதம் ஆகுது. சிறிய பிள்ளை. டாக்டர்ஸ் ட்ரீட்மெண்ட் எடுத்துகிட்டு இருக்காங்க. டயாலிசிஸ் பண்ணி பின்ன டிரான்ஸ்பிளான்ட் பண்ணதுக்கான டெஸ்ட்டெல்லாம் எடுத்து பார்ப்போம். ஒரு 4 மாதம் கூட போட்டோம் அந்த மாதிரி சொல்லியிருக்காங்க. ரேஷன் கார்டு இல்லாமல் இல்லாட்ட நமக்கு அங்கே கவர்மெண்ட்லையாவது பார்ப்பாங்க. நீங்கள் வெளியில் போய் இப்போ பார்த்துட்டு வாங்க அப்படின்னு சொன்ன பிறகு தான் எல்லோரும் பைசா பிரித்து எனக்கு 10-80,000 கொடுத்து இப்போ 2 லட்சத்துக்கு மேலே செலவாயாச்சு. வெளியில் கடன் வாங்கியாச்சு. நீ யார்கிட்ட போய் நம்ம வாங்க முடியும்? இனிமேல் ஊருக்காரங்க தான் எனக்கு எப்படியாவது சகாயிக்கணும். என் பிள்ளை காண்டினாலும் பார்க்கணும்ட்டு எல்லாத்துட்டையும் കേട്ടിருக்கு. 10 മാസം മാത്രം പ്രായമായ മായാണ്ടിയുടെ കുഞ്ഞിനുള്ള പാല് പോലും നാട്ടുകാരുടെ സഹായത്തോടെയാണ് വാങ്ങുന്നത്. സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമേ മായാണ്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകൂ. ആരോഗ്യം വീണ്ടുകിട്ടിയാൽ എങ്ങനെയും അധ്വാനിച്ച് ജീവിക്കാമെന്ന വിശ്വാസത്തിലാണ് ഈ കൊച്ചു കുടുംബം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.